സാർ, കേരള സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്നു എന്നുള്ളത് നമ്മളെല്ലാം തിരിച്ചറിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. സാർ, ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ് കാര്യക്ഷമതയോടെ ഇടപെടണം എന്നുള്ളതാണ്. ഈ പ്രശ്നങ്ങൾക്കൊരു തൃപ്തികരമായ പരിഹാരം ഉണ്ടാകണമെന്നുള്ളതാണ് ഈ അടിയന്തര പ്രമേയത്തിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. സാർ, അതിന് കേന്ദ്ര ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ച വിഷയങ്ങൾ പലപ്പോഴായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഇവിടെ ഒരു വിയോജിപ്പില്ല. കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് അർഹതപ്പെട്ട ന്യായമായ പരിഗണന സാമ്പത്തിക രംഗത്ത് തരേണ്ടതാണ്. അത് തരാൻ തയ്യാറാകാത്തതിലുള്ള ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള പോരാട്ടങ്ങളിൽ ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ അതിശക്തമായ പോരാട്ടം നടത്തുവാൻ കഴിയുന്നത് തന്നെ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയാണ്. എന്നാൽ കേരളത്തിൻ്റെ യോജിച്ചുള്ള ഒരു പോരാട്ടത്തിന് അവസരം ഉണ്ടാകാതെ പോയത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ വീഴ്ചയുമാണ്. അതിന് പ്രതിപക്ഷത്തെ കുറ്റം പറയുന്നതിൽ കാര്യമില്ല. ഞങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുമ്പോൾ തന്നെ സംസ്ഥാന ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങൾ, ഈ ഭരണ പ്രതിസന്ധിയിലേക്ക് കേരളം വന്നത് കേരള ഗവൺമെൻറ്റിൻ്റെ കെടുകാര്യസ്ഥതയും വീഴ്ചയുമാണ് എന്ന പ്രശ്നമാണ് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത്. സാർ, ധനകാര്യ മാനേജ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വന്ന വീഴ്ചയുടെ ഇപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ ബഡ്ജറ്റിൽ ബഹുമാന്യനായ ധനകാര്യമന്ത്രി 5000 കോടി രൂപയുടെ പുതിയ നികുതി നിർദ്ദേശമാണ് കേരളത്തിലെ പാവങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ചത്. ഇത് ശരിയല്ല, പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഗവൺമെൻറ് കേട്ടില്ല. പക്ഷേ കേരളം രക്ഷപ്പെട്ടോ? ഗവൺമെൻറ് രക്ഷപ്പെട്ടോ? രക്ഷപ്പെട്ടിട്ടില്ല. ജനങ്ങൾ ദുരിതത്തിലാണ്. ജനങ്ങൾ കഷ്ടപ്പെടുകയും ദുരിതം അനുഭവിക്കുകയും ചെയ്യുന്നു. ഇവിടെ പാവപ്പെട്ട ആളുകളുടെ പെൻഷൻ കൊടുക്കുന്നില്ല. കാരുണ്യ പദ്ധതി, UDF ഗവൺമെൻറ് കൊണ്ടുവന്ന കാരുണ്യ പദ്ധതി ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണ്. മരുന്നില്ലാത്തതിൻ്റെ പ്രശ്നം, ഇവിടെ വലിയ ക്ഷാമം അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി, കൃഷിക്കാർക്ക് രക്ഷയില്ലാത്ത അവസ്ഥ, റോഡ് നന്നാക്കാൻ പണമില്ലാത്തതിൻ്റെ പേരിലുള്ള ഗുരുതരമായ പ്രശ്നങ്ങൾ, ഇങ്ങനെ കേരളത്തിൻ്റെ കുട്ടികളുടെ ഉച്ചക്കഞ്ഞി ഭക്ഷണം കൊടുക്കുന്ന കാര്യത്തിൽ അവർക്ക് പണം കൊടുക്കാത്ത സാഹചര്യം, ഇങ്ങനെ എല്ലാ രംഗത്തും സ്തംഭനാവസ്ഥ നിൽക്കുകയാണ്, പ്രതിസന്ധി നിൽക്കുകയാണ്. ഈ പ്രതിസന്ധി പരിഹരിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ് മുന്നോട്ട് വരേണ്ട സമയത്ത് അനാവശ്യമായി പണം ചെലവഴിച്ചുകൊണ്ട് ധൂർത്തും മറ്റു കാര്യങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇത് അവസാനിപ്പിക്കണം. പാവപ്പെട്ട ജനങ്ങളെ സഹായിക്കാൻ ഗവൺമെന്റ് മുന്നോട്ട് വരണം. ഈ ധനകാര്യ മാനേജ്മെന്റ് പരിപൂർണമായും പരാജയപ്പെട്ടതിനുള്ള പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുന്നു.